നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തില് കഴിഞ്ഞ 3-4 മാസമായിട്ട് തൊഴിൽ മേഖലകളിൽ, വ്യാപാര വിപണന വിതരണ മേഖലകളിൽ അഥവാ കരാർ ജോലികളിൽ ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഇതിന്റെ സാധ്യതകളെപ്പറ്റി വിലയിരുത്തുകയും ഭാവിയിലെ സുരക്ഷിതത്വം ഉള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരമുണ്ടായിത്തീരും. സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുമെങ്കിൽ പോലും അത് ഗുണകരമായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനും യോഗമുണ്ട്. സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വ്യാപാരത്തിനോട് ബന്ധപ്പെട്ടതായുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നു. വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയതായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരും. പുത്രപൗത്രാദികളോടൊപ്പം ഓണാഘോഷത്തിന് ജന്മനാട്ടിലെത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. വാഹനം ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റെടുക്കുന്ന ദൗത്യം വളരെ തൃപ്തികരമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധ്യത കാണുന്നു. സഹജമായുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ഭൂമി ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരമുണ്ടാകും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായുള്ള ഉദ്യോഗത്തിന് അവസരത്തിന് യോഗം കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യമായിട്ടുള്ള അവസ്ഥ അഥവാ രോഗാവസ്ഥകൾ വിലയിരുത്തി ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം സമശീതോഷ്ണ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. ഏതൊരു കാര്യങ്ങൾക്കും അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും കൊണ്ട് അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അബദ്ധമുള്ള മക്കൾക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള നിർദ്ദേശം നൽകുന്നതിന് ഭാഗമായിട്ട് ആത്മാർത്ഥ സുഹൃത്തിനെ അന്വേഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത് വഴി ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ പൂർത്തീകരിക്കേണ്ടതുള്ളൂ എങ്കിൽ പോലും ഈ ഒരു മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടയുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിന് വാസ്തുശാസ്ത്രപ്പിഴയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ രീതിയിൽ പരിവർത്തനങ്ങളൊക്കെ തയ്യാറാകുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. പ്രായോഗിക വശവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാനിടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. കുടുംബത്തിലെ സമാധാനാന്തരീക്ഷം സംജാതമാകും. മഹത് വ്യക്തികളുടെ ജീവിതാഭിലാഷങ്ങൾ സ്വന്തം കർമ്മമണ്ഡലങ്ങൾക്ക് പകർത്തുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സഹജമായുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഉദ്ദേശിച്ച പോലെ തന്നെ കർമ്മമണ്ഡലങ്ങൾക്കും പദ്ധതി സമർപ്പണത്തിനും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ സാധ്യതയുണ്ട്. അനന്ത സാധ്യതയുള്ള കർമ്മമണ്ഡലങ്ങളെ വിലയിരുത്തി പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ഏറ്റെടുക്കുവാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിൽ ആശ്വാസകരമായിട്ടുള്ള വില ലഭിക്കും. വേണ്ടപ്പെട്ടവരുടെ അതായത് അന്യരുടെ സമയത്തിന്റെ വില കാണുന്നത് വഴി സ്വന്തം നിലയിൽ മറ്റുള്ളവരും സ്വന്തം നിലയിലുള്ള സമയത്തിന്റെ വില കാണുവാനും അതിനനുസരിച്ചുള്ളൊരു സമീപനം പൊതുജനങ്ങളിൽ നിന്നും വന്നു ചേരുവാൻ ഇടയുണ്ട്. അർപ്പണ മനോഭാവത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും.
പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട് എങ്കിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുകൂടിയാണ് അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകളെല്ലാം ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിലും ധാരാളം അന്വേഷണങ്ങൾ വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിലും വിപുലമാക്കിയാലോ എന്ന തോന്നലുകൾ പലതും ഉണ്ടാകുമെങ്കിൽ പോലും നിലവിലുള്ള ജോലിക്കാരെ കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട് വിപുലമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുക തന്നെയായിരിക്കും ഭാവിയിലേക്ക് ഗുണകരമായി തീരുക. അല്ലാത്ത പക്ഷം 1 വർഷത്തിന് ശേഷം ആദ്യ ക്ഷീണാവസ്ഥകൾ ഉണ്ടാവാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ജോലിക്കാരെ നിയമിക്കാവൂ. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. സഹജമായുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വ്യാപാരത്തിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് വഴി പുതിയ ഒരു ഗൃഹം വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ചെയ്ത് തീർക്കുവാനിട വരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. അവിസ്മരണീയമായുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുവാനിടയുണ്ട്. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ മേലധികാരി ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സഹായിച്ചുകൊണ്ട് പൂർത്തീകരിക്കുന്നത് വഴി ഒരുപക്ഷെ 4-5 മാസത്തിനുള്ളിൽ തന്നെ സ്ഥാനക്കയറ്റത്തിന് പോലും സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും. കുറ്റങ്ങളും കുറവുകളും പലതും ഉണ്ടാകുമെങ്കിലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ക്ഷമയോടുകൂടിയും ആത്മാസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും യോഗം കാണുന്നതുമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക്, അതായത് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ആയിരിക്കാം, അവിടെ വിദേശത്ത് പോയിട്ട് അതിന് മറ്റുള്ളവർക്ക് പരിശീലനം കൊടുക്കേണ്ടതായുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരുവാനും അതിനുള്ള വിസ പ്രോസസ്സിംഗ് ഒക്കെ കൃത്യമായി തീർക്കുവാനും സാധിക്കും. ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ വിദേശത്തേക്ക് പോകാൻ തക്കവണ്ണം അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യതയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. മുടങ്ങിക്കിടപ്പുള്ള പല കർമ്മമണ്ഡലങ്ങളും പുനരുദ്ധീകരിക്കുവാനായിട്ട് പ്രയത്നിക്കാൻ അവസരം വന്നു ചേരും. ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുകയും ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികളെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ചിന്തകൾ നടത്തുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്നതിന് പകരം മറ്റൊരാളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകൾ വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതിന് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. കർമ്മനിരതരായവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നത് വഴി വളരെയധികം വിജ്ഞാനം നേടുവാനിടയുണ്ട്. നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക്
പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുത്രപൗത്രാദികളോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരമുണ്ടാകും. വേറെ ചിലർക്ക്, വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് അന്തിമ നിമിഷത്തിൽ അവധി ലഭിച്ചതിനാൽ ഈ മാസത്തിലൊടുവിൽ തന്നെ ഓണം ആഘോഷത്തിനായിട്ട് ജന്മനാട്ടിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. സംഭവ ബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അനുവർത്തിച്ചുകൊണ്ട് ചെയ്യുന്നത് ഗുണകരമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി ആത്മവിശ്വാസത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വളരെ സമാധാനപരമായിട്ട് അന്തരീക്ഷം സംജാതമാകുവാനും ഈ ചതയ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്.